എല്ലാവർക്കും കുട്ടി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഞ്ഞിക്കൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പച്ചക്കായ, മത്തങ്ങായ, കാച്ചിൽ, പിന്നെ ചേമ്പ്, നമ്മുടെ വലിയ ചേമ്പ്, ഇത്രയും കൂടി ഇട്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ പോകണം. അതിനകത്ത് ഒരു പിടി പിന്നെ നമ്മുടെ പരിപ്പിട്ടിട്ടുണ്ട്, നമ്മുടെ സാമ്പാർ പരിപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കഞ്ഞിക്കുള്ള എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിവിടെ വെച്ചിരിക്കുവാണ്. അപ്പം ഇത് അടുപ്പിലോട്ട് വെക്കട്ടെ ഞാൻ. അപ്പം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് വേവിക്കണം. പിന്നെ ഉപ്പ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ അടച്ചു, അതൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എരിയുള്ള മുളകാണ്, അതിന് 3 എണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ ജീരകം, വെളുത്തുള്ളി, ഇത്രയും തേങ്ങായ, ഇത് ഇത്രയും കൂടെ നമുക്ക് മഞ്ഞൾ പൊടിയും ചേർത്ത് അരച്ചുകൊണ്ട് വരാം. വെളുത്തുള്ളി ഒരു 6 കഷ്ണം വരും. കഷ്ണങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് ഇറക്കാം. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഉള്ളി, ഉള്ളി മൂത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഉള്ളി ഏതാണ്ട് ബ്രൗൺ കളറായി. ഇപ്പം നമുക്ക് ഈ തേങ്ങ പൊടിയായിട്ട് എടുത്ത് വെച്ചിരിക്കുക വറക്കാനുള്ളത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് ബന്ധം നോക്കട്ടെ. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. കുറച്ച് കഷ്ണം വേണം, കഞ്ഞിക്ക് ആയതുകൊണ്ട്. കഷ്ണം വേണ്ടാത്തവർ ഉടച്ചെടുക്കണം. അപ്പം നമ്മുടെ കപ്പ, ഏത്തയ്ക്ക, പിന്നെ ചേമ്പ്, നമ്മുടെ വലിയ ചേമ്പ്, പിന്നെ മത്തങ്ങ, പരിപ്പ്, സാമ്പാർ പരിപ്പും കൂടെ ഇട്ട് നമ്മൾ ഉടച്ച് പിന്നെ കഞ്ഞിക്ക് എരിശ്ശേരിയാണ്. അപ്പോൾ അതിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അത് ഒഴിച്ചൊന്ന് തിളപ്പിച്ച് നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ ഈ അരപ്പൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ പച്ചമണം മാറാനായിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തിളച്ച് കറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുക് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഞ്ഞിയുടെ കൂടെയുള്ള അസ്ത്രം വേണ്ട ശരിയായിരിക്കുന്നു. നമുക്ക് ഈ കടുക് താളിച്ച് ഒഴിച്ചു. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളെല്ലാവരും എരിശ്ശേരി ഉണ്ടാക്കും. പക്ഷെങ്കിൽ ഇതിനകത്ത് ചേന, കാച്ചിൽ, ചേമ്പ്, ഒരു കഷ്ണം കപ്പ ഇട്ടിട്ടുണ്ട് ഞാൻ, പിന്നെ പരിപ്പ്, ഇത്ര ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കഞ്ഞി, ഉച്ചയ്ക്ക് ഇന്ന് കഞ്ഞിയാണ്. ഇന്ന് നോമ്പാണ്, ക്രിസ്മസിൻ്റെ നോമ്പാണ്. അതുകൊണ്ട് കഞ്ഞിയും കറിയും അച്ചാറുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ സദ്യ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മെ കാണാം. വീണ്ടും
ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.